വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള അച്ചാറ്, ടേസ്റ്റിയുമാണ്. അങ്ങനെ ഞാൻ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ബീട്രൂട്ടും ക്യാരറ്റും നാരങ്ങയും മാങ്ങയും എല്ലാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നാരങ്ങ ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുള്ളത്. ഈ അച്ചാറിനൊരു സ്വീറ്റ്നെസ് കിട്ടുമേ. അങ്ങനെ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി കടുകിട്ട് അതൊന്ന് പൊട്ടിയ ശേഷം വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പം നമുക്കൊരു 2 സ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാമേ. പിന്നീട് ഞാൻ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നെടുക്കാം. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാമേ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 1 by 1 ആയിട്ട് ഓരോന്നും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നാരങ്ങയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മാങ്ങയും കോളിഫ്ലവറും ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ. അതിൻ്റെ അരപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് വരത്തക്കവണ്ണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ആ തവിക്ക് 2 തവി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 തവി വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വിനാഗിരി ഒഴിച്ച ശേഷം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അച്ചാറിനകത്ത് ഡേറ്റ്സ് ഇടുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു സ്വീറ്റ്നെസ് കൂടെ കിട്ടുമേ. അങ്ങനെ അതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രുചികരമായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് തണുത്ത ശേഷം നമുക്കൊരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റാമേ. ഇത് കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കുമേ. സ്വീറ്റ്നെസ് ഇഷ്ടമില്ലാത്തവർക്ക് ഡേറ്റ്സ് ഒഴിവാക്കാവുന്നതാണേ. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.